ബിഗ് ബോസ് സീസൺ 7 രാവിലെ തന്നെ അനീഷും ആദിലയും തമ്മിൽ ചെറിയൊരു ഉടക്ക് നടന്ന്. കാരണം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വളരെ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. കാരണം ഫുഡൊന്നും ഉണ്ടാക്കണ്ട, എല്ലാം ബിഗ് ബോസിൻ്റെ വകയാണ്. അപ്പോൾ അനീഷ് രാവിലെ വന്ന് ഉറങ്ങിക്കിടക്കുന്ന ആദിലയും നൂറയോടും പറഞ്ഞ് ബാറ്ററി വന്നിട്ടുണ്ട്, സ്റ്റോർ റൂമിൽ പോയി എടുക്ക്, ബാറ്ററി വന്നിട്ടുണ്ട്, ഇങ്ങനെ പറയും. അപ്പോൾ ഇവർ പിന്നെ എടുത്തോളാന്ന് പറഞ്ഞിട്ട് വീണ്ടും അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ അവർ അത് ചെയ്യുന്നത് വരെ. അപ്പോൾ ആദിലേക്ക് അത് ദേഷ്യം പിടിച്ചിട്ട് ആദില പോയി അനീഷിൻ്റെ ബെഡിൽ അനീഷ് എന്നെഴുതിയ പേര് വലിച്ചു കീറി അങ്ങ് കളഞ്ഞു. അപ്പോൾ അനീഷ് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നത് എൻ്റെ ബെഡിലെ പേര് കളയാൻ. അപ്പോൾ അനീഷ് അത് ഒട്ടിച്ച് തന്നേ പറ്റൂന്നും പറഞ്ഞ് പിന്നെ അടുത്ത അതായി ബിഗ് ബോസ് എൻ്റെ കട്ടിലെ പേര് കീറിക്കളഞ്ഞ് അതെന്തായാലും ആദില എനിക്കത് ഒട്ടിച്ച് തരണമെന്നും പറഞ്ഞ് അനീഷ് പിന്നെ അതിൽ കയറി പിടിച്ച്. അപ്പോൾ ആദിലയ്ക്കാണെങ്കിൽ എല്ലാം ഇപ്പം നെഗറ്റീവാണ്. ആദിലയുടെ കൈയിട്ടെല്ലാം പോയ ഒരു വല്ലാത്ത മൈൻഡിലാണ് ആദില ചെയ്യുന്നതെല്ലാം റോങ് ആയിട്ട് വരികയാണ്. അതുപോലെ അനീഷിനെ വളരെ മോശമായ പേരുകൾ വിളിക്കുന്ന 2 കണ്ടസ്റ്റൻസാണ് ആദിലയും നൂറയും. ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് അനീഷിനോട് ആദിലയും നൂറ ഇതുവരെ പെരുമാറിയിട്ടുള്ളത്. പക്ഷേ അനീഷ് നേരെ തിരിച്ച് എന്ത് പറഞ്ഞാലും ഒരു ബാഡ് വേർഡ് വിളിക്കുകയോ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സ്ത്രീകളോട് പെരുമാറുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ അനീഷ് കുറച്ച് കഴിഞ്ഞപ്പോൾ അനീഷിനോട് ബിഗ് ബോസ് പറയുന്നത് അനീഷ് പോയി ബാറ്ററി മാറുക. അനീഷ് ഇവരോട് വർത്തമാനം പറഞ്ഞ് നിന്ന് അനീഷ് ബാറ്ററി മാറ്റാൻ മറന്നുപോയി. പിന്നെ അനീഷ് പോയി സ്റ്റോർ റൂമിൽ പോയി ബാറ്ററി മാറ്റുന്നതോടൊപ്പം തന്നെ ആദിലയുടെയും നൂറയുടെയും ബാറ്ററികളും എടുത്തുകൊണ്ട് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊരു നല്ലൊരു മനുഷ്യനാണ് അനീഷ്. അങ്ങനെ രാവിലെ ചെറിയൊരു വഴക്ക് അങ്ങനെ ആദിലയും നൂറയും അനീഷും കൂടെ ഉണ്ടായി. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.